എല്ലാവർക്കും മെയ് ഹിന്ദീസിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വ്യാകരണത്തെ കുറിച്ചുള്ള ഒരു ക്ലാസ് ആണ് എടുക്കുന്നത്. അതെന്താണെന്ന് പറയുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് കുറച്ച് വാക്യങ്ങൾ വായിക്കാം. അവൻ തന്നെയാണ് എൻ്റെ പുസ്തകം എടുത്തത്. ഞാനും നിങ്ങളുടെ കൂടെ വരും. അവൻ സ്കൂളിൽ വരുന്നൊക്കെയുണ്ട്, പക്ഷെ പഠിക്കുന്നില്ല. അവൾ എന്നെ ഒന്ന് വിളിച്ചു പോലുമില്ല. എന്താണ് ഈ വാക്യങ്ങളുടെ പ്രത്യേകത? നമുക്ക് ഒന്നുകൂടി നോക്കാം. ഈ വാക്യങ്ങളില് പച്ച നിറം കൊണ്ട് ഡാർക്കൻ ചെയ്ത വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. അവൻ തന്നെയാണ് എൻ്റെ പുസ്തകം എടുത്തത്. അവൻ തന്നെയാണ്. ഞാനും നിങ്ങളുടെ കൂടെ വരും. ഞാൻ നിങ്ങളുടെ കൂടെ വരും എന്നല്ല, ഞാനും നിങ്ങളുടെ കൂടെ വരും. അവൻ സ്കൂളിൽ വരുന്നൊക്കെയുണ്ട്, പക്ഷെ പഠിക്കുന്നില്ല. അവൻ സ്കൂളിൽ വരുന്നുണ്ട് എന്നല്ല പറയുന്നത്, അവൻ സ്കൂളിൽ വരുന്നൊക്കെയുണ്ട്, പക്ഷെ പഠിക്കുന്നില്ല. അവൾ എന്നെ ഒന്ന് വിളിച്ചു പോലുമില്ല. അവൾ എന്നെ വിളിച്ചില്ല എന്നല്ല പറയുന്നത്, അവൾ എന്നെ ഒന്ന് വിളിച്ചു പോലുമില്ല. നമ്മൾ മലയാളത്തില് സാധാരണ സംഭാഷണങ്ങളിൽ ഉപയോഗിക്കാറുള്ള കുറച്ച് വാക്കുകളാണ് ഇതൊക്കെ. ഇതേ വാക്കുകൾ നമ്മൾ ഹിന്ദിയുടെ വാക്യപ്രയോഗത്തിലും ഉപയോഗിക്കാറുണ്ട്. അതിനെക്കുറിച്ചാവട്ടെ ഇന്നത്തെ ക്ലാസ്. ഈ വാക്കുകൾ ഏതെങ്കിലും ഒരു പദത്തിന് ശേഷം ചേർത്ത് അതിന്റെ അർത്ഥത്തിന് പ്രത്യേക ഊന്നൽ അല്ലെങ്കിൽ സ്ട്രെസ് കൊടുക്കുന്ന അവ്യയമാണ്. ഇതിനെ നമ്മൾ ഹിന്ദിയിൽ നിപാത് അഥവാ അവതാരക് എന്ന് പറയുന്നു. അതായത് ഈ വാക്കുകൾ ചേർക്കുമ്പോൾ കുറച്ചുകൂടി അർത്ഥം, കുറച്ചുകൂടി ഊന്നൽ കൊടുത്ത് പറയുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. അപ്പോ ഹിന്ദിയിൽ ഉപയോഗിക്കുന്ന നിപാത് അല്ലെങ്കിൽ അവതാരക് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഹിന്ദിയിൽ പ്രചാരത്തിലുള്ള നിപാത് ഇവയാണ്: ഹി, ഭി, തോ, തത്, മാത്ര അഥവാ കേവൽ. ഈ വാക്കുകളെല്ലാം നിങ്ങൾ ഹിന്ദിയിലെ ഒരു ചാപ്റ്റർ വായിക്കുമ്പോഴോ അല്ലെങ്കിൽ ഹിന്ദി കോൺവെർസേഷൻ ഒക്കെ കേൾക്കുമ്പോൾ ഈ വാക്കുകളൊക്കെ നമ്മൾ കേട്ട് പരിചിതമായ വാക്കുകളാണ്. പക്ഷെ ഇതിന്റെ അർത്ഥവും ഇതിന്റെ പ്രയോഗവും മനസ്സിലാക്കിയാൽ മാത്രമേ സ്വന്തമായിട്ട് സെന്റൻസ് ഉണ്ടാക്കി പറയുമ്പോഴോ അല്ലെങ്കിൽ എഴുതുമ്പോഴോ ഒക്കെ നമുക്ക് ഇത് പ്രയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിന്റെ വാക്യപ്രയോഗങ്ങൾ കൂടി നമുക്ക് നോക്കാം. ആദ്യത്തെ വാക്ക് ഹി എന്നതാണ്. ഹി എന്ന വാക്കിനർത്ഥം അത് തന്നെയാണ് എന്നാണ്. അദ്ദേഹം മുംബൈയിലേക്ക് തന്നെയാണ് പോകുന്നത്. അദ്ദേഹം മുംബൈയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം മുംബൈയിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ അദ്ദേഹം എന്നതിന് ഹിന്ദിയിൽ വേ എന്ന് പ്രയോഗിക്കാം. വേ എന്ന വാക്ക് പുല്ലിംഗാണെങ്കിലും അത് ബഹുമാനം കൊടുക്കേണ്ട വ്യക്തി ആയതുകൊണ്ടാണ് അദ്ദേഹം എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ വേ എന്ന വാക്ക് കർത്താവായതുകൊണ്ട് എൻഡിങ്ങിൽ ക്രിയയും പ്ലൂറൽ അല്ലെങ്കിൽ റെസ്പെക്ട് കൊടുക്കുമ്പോൾ ചേർക്കേണ്ടതായ നിയമം അനുസരിച്ചായിരിക്കും ക്രിയയ്ക്ക് വ്യത്യാസം വരുന്നത്. അതായത് അദ്ദേഹം മുംബൈയിലേക്ക് തന്നെയാണ് പോകുന്നത്. എങ്ങനെ പറയാ ഹിന്ദിയിൽ? വേ മുംബൈ ഹി ജാ രഹേ ഹേ. അടുത്തത് മാനേജർ തന്നെയാണ് പോകുന്നത്. മാനേജർ തന്നെയാണ് എന്ന് പറയുമ്പോൾ മാനേജർ എന്ന വാക്കിനൊപ്പമാണ് നമ്മൾ ഹി ചേർക്കേണ്ടത്. പോകുന്നത് എന്ന് പറയുമ്പോൾ ജാ രഹേ ഹേ. മാനേജർ എന്ന് പറയുമ്പോൾ ഒരു ബഹുമാനം കൊടുക്കേണ്ട വ്യക്തി ആയതുകൊണ്ട് എന്തെങ്കിലും ക്രിയയും ബഹുമാന സൂചകമായിട്ട് മാറ്റം വരുത്തുക. മാനേജർ ഹി ജാ രഹേ ഹേ. മാനേജർ തന്നെയാണ് പോകുന്നത്. അടുത്തത് ഈ ചട്നി ഗീത തന്നെയാണ് ഉണ്ടാക്കിയത്. ഈ ചട്നി ഗീത തന്നെയാണ് ഉണ്ടാക്കിയത്. ഗീത തന്നെയാണ് എന്ന് പറയുമ്പോൾ ഗീത എന്ന വാക്കിനൊപ്പമാണ് ഹി ചേർക്കേണ്ടത്. പക്ഷേ ഇത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് തന്നെ ഗീത എന്ന വ്യക്തി ഒരു കാര്യം ചെയ്തു എന്ന് പറയുമ്പോൾ കർത്താവിനൊപ്പം നമ്മൾ നേ ചേർക്കുന്നു. അപ്പൊ ഗീത എന്ന വാക്കിനൊപ്പം നമ്മൾ നേ ചേർക്കുന്നു. ഗീതാനെ. തന്നെയാണ് എന്ന് പറയുമ്പോൾ ഗീതാനെ ഹി. ഇനി ഉണ്ടാക്കിയത്, ഉണ്ടാക്കുക എന്നുള്ളതിന് ഹിന്ദിയിൽ ബനാന എന്നാണ് പറയുന്നത്. ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ ബനായ അല്ലെങ്കിൽ ബനായി, ബനായി. ഇവിടെ എന്താ ഉണ്ടാക്കിയത്? അതാണ് കർമ്മ. അപ്പോ ചട്നിയാണ് കർമ്മ. ചട്നി എന്ന വാക്ക് സ്ത്രീലിംഗം ആയതുകൊണ്ട് ക്രിയയും സ്ത്രീലിംഗാവണം. അപ്പോ ചട്നി എന്ന വാക്ക് സ്ത്രീലിംഗം ആയതുകൊണ്ട് ക്രിയയും സ്ത്രീലിംഗിലാക്കുക, ബനായി. അപ്പോ ഒന്നുകൂടി നോക്കാം. ഈ ചട്നി ഗീത തന്നെയാണ് ഉണ്ടാക്കിയത്. യേ ചട്നി ഗീതാനെ ഹി ബനായി ഹേ. അടുത്ത നോക്കാം. നിങ്ങൾ തന്നെയാണോ ഇന്നലെ വന്നത്? നിങ്ങൾ തന്നെയാണോ ഇന്നലെ വന്നത്? നിങ്ങൾ എന്നതിന് ഹിന്ദിയിൽ തും എന്ന് പറയുന്നു. നിങ്ങൾ തന്നെയാണോ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ന വാക്കിനൊപ്പമാണ് ഹി ചേർക്കേണ്ടത്. അപ്പൊ തും ഹി. ഇന്നലെ എന്നുള്ളതിന് കൽ. വന്നത് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോ തുമ്മിന്റെ കൂടെ പാസ്റ്റ് ടെൻസിലെ ക്രിയ വരുമ്പോൾ നമ്മൾ ആയെന്നാണ് ആക്കേണ്ടത്. ആയേധേ. തും ഹി കൽ ആയേധേ. നിങ്ങൾ തന്നെയാണോ ഇന്നലെ വന്നത്? തും ഹി കൽ ആയേധേ. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ തന്നെയാണ് താമസിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ തന്നെയാണ് താമസിക്കുന്നത്.
ഇവിടെ അദ്ദേഹത്തിന്റെ കൂടെ എന്ന വാക്കിനൊപ്പമാണ് തന്നെയാണ് എന്ന വാക്ക് വരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ എന്നുള്ളതിന് നമുക്ക് എന്ത് പറയാം? വേ പ്ലസ് കെ സാത്ത്, അതായത് ഉൻകെ സാത്ത്. ഉൻകെ സാത്ത് ഹി, അദ്ദേഹത്തിന്റെ കൂടെ തന്നെയാണ്. ഉൻകെ സാത്ത് ഹി. ബാക്കിയെല്ലാം നമുക്കറിയാം. ഞാൻ മേ, അദ്ദേഹത്തിന്റെ കൂടെ ഉൻകെ സാത്ത് തന്നെയാണ്. ഹി, മേ ഉൻകെ സാത്ത് ഹി താമസിക്കുന്നത്, അതായത് പ്രസന്റ് ടെൻസ് ആണ്. രഹതാഹു, മേ വരുമ്പോ എന്തെങ്കിലും ഹും വരണം. അപ്പോ മേ ഉൻകെ സാത്ത് ഹി രഹതാഹു, ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ തന്നെയാണ് താമസിക്കുന്നത്. അടുത്ത വാക്ക് നമുക്ക് നോക്കാം. ഭി. ഭീയുടെ അർത്ഥം അതും കൂടി എന്നുള്ള അർത്ഥത്തിലാണ്. ഹെഡ് മാസ്റ്ററും പോവുകയാണ്. ഹെഡ് മാസ്റ്റർ പോവുകയാണെന്നല്ല, ഹെഡ് മാസ്റ്ററും പോവുകയാണ്. അതായത് മറ്റു വ്യക്തികളുടെ കൂടെ ഹെഡ് മാസ്റ്ററും പോകുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഹെഡ് മാസ്റ്റർ എന്ന വാക്കിന്റെ കൂടെ ബി ചേർക്കുന്നു. ഹെഡ് മാസ്റ്റർ ബി പോവുകയാണ്. ഹെഡ് മാസ്റ്റർ എന്ന വ്യക്തിയെ ബഹുമാനം കൊടുക്കേണ്ടതായതുകൊണ്ട് നമുക്ക് പ്ലൂറലിന്റെ നിയമമാണ് നോക്കേണ്ടത്, പുല്ലിംഗ ബഹുവചനത്തിന്റെ നിയമം. ഹെഡ് മാസ്റ്റർ ഭി ജാ രഹേ ഹേ, ഹെഡ് മാസ്റ്ററും പോവുകയാണ്. അദ്ദേഹം ദില്ലിയിലേക്കും പോകും. അദ്ദേഹം ദില്ലിയിലേക്കും പോകും. അദ്ദേഹം എന്നുള്ളതിന് ഹിന്ദിയിൽ വേ. വേ എന്ന് പറയുന്നത് പുല്ലിംഗ പ്ലൂറലിന്റെ നിയമം കൊടുക്കണം. അപ്പോ ദില്ലിയിലേക്കും, ദില്ലിയിലേക്കും എന്ന് പറയുമ്പോൾ ദില്ലിയുടെ കൂടെ ബി ചേർക്കുക. ദില്ലി ബി. പോകും എന്നുള്ളത് ഫ്യൂച്ചർ ടെൻസ് ആണ്. അപ്പോ പുല്ലിംഗ പ്ലൂറലിന്റെ നിയമം അനുസരിച്ച് വരുമ്പോൾ ജായെങ്കെ എന്നാണ് പറയേണ്ടത്. അദ്ദേഹം ദില്ലിയിലേക്കും പോകും. വേ ദില്ലി ബി ജായെങ്കെ. അടുത്തത് ഞാനും നിങ്ങളുടെ കൂടെ വരും. ഞാനും നിങ്ങളുടെ കൂടെ വരും. ഞാൻ എന്നുള്ളതിന് ഹിന്ദിയിൽ മേ. ഞാനും എന്ന് പറയുമ്പോൾ മേമിന്റെ കൂടെ ബി ചേർക്കുക. മേ ബി. നിങ്ങളുടെ കൂടെ, നിങ്ങൾ എന്നുള്ളതിന് തും. കൂടെ എന്നുള്ളതിന് കെ സാത്ത്. തും പ്ലസ് കെ സാത്ത് തുമാരെ സാത്ത്. വരും എന്ന് പറയുമ്പോൾ ആവൂങ്ക അല്ലെങ്കിൽ ആവൂങ്കി, ഇതും ഫ്യൂച്ചർ ടെൻസ് ആണ്. അപ്പൊ മേം എന്നുള്ളത് പുല്ലിംഗ് ആണെങ്കിൽ ആവൂങ്ക എന്ന് കൊടുക്കുക. മേം എന്നുള്ളത് സ്ത്രീലിംഗ് ആണെങ്കിൽ ആവൂങ്കി എന്ന് കൊടുക്കുക. മേ ബി തുമാരെ സാത്ത് ആവൂങ്കി, ഞാനും നിങ്ങളുടെ കൂടെ വരും. അടുത്ത നോക്കാം. നിങ്ങളും അവിടെ പോയിരുന്നു. നിങ്ങളും അവിടെ പോയിരുന്നു. നിങ്ങൾ എന്ന വാക്കിനൊപ്പം നമ്മൾ ഭി ചേർക്കുന്നു. നിങ്ങൾ എന്നുള്ളതിന് ഹിന്ദിയിൽ തും, അതിന്റെ കൂടെ ബി ചേർക്കുമ്പോൾ തും ഭി. അവിടെ എന്നതിന് ഹിന്ദിയിൽ വഹാം. പോയിരുന്നു, പാസ്റ്റ് ടെൻസ് ആണ്. ഗേദേ, പോയിരുന്നു. തും വരുന്നത് കൊണ്ടാണ് എൻഡിങ്ങിൽ ഗേധേ എന്ന് വന്നത്. നിങ്ങളും അവിടെ പോയിരുന്നു. തുമ്പി വഹാം ഗേധേ. എനിക്ക് ആശുപത്രിയിലും പോകണം. എനിക്ക് ആശുപത്രിയിലും പോകണം. ഇവിടെ ആശുപത്രി എന്ന വാക്കിന്റെ ഒപ്പമാണ് ബി ചേർക്കേണ്ടത്. എനിക്ക് എന്നുള്ളതിന് ഹിന്ദിയിൽ മുജെ. ആശുപത്രി എന്നതിന് ഹിന്ദിയിൽ അസ്പത്താൽ. ആശുപത്രിയിലും അസ്പത്താൽ ബി. പോകണം എന്നുള്ളതിന് ജാനാ ഹേ. മുജെ അസ്പത്താൽ ബി ജാനാ ഹേ. എനിക്ക് ആശുപത്രിയിലും പോകണം. അടുത്തത് തോ. തോ എന്ന വാക്കിന്റെ പ്രയോഗം എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. സതീഷ് പഠിക്കുന്നൊക്കെയുണ്ട്. സതീഷ് പഠിക്കുന്നുണ്ട് എന്ന് പറയുന്നതിന് പകരം സതീഷ് പഠിക്കുന്നൊക്കെയുണ്ട് എന്ന് പറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പഠന എന്നുള്ള വെർബിന്റെ ഒപ്പം നമ്മൾ തോ എന്ന് ചേർത്ത് കൊടുക്കണം. സതീഷ് പഠിത്താത്തോ ഹേ. സതീഷ് പഠിക്കുന്നൊക്കെയുണ്ട്. സതീഷ് പഠിത്താത്തോ ഹേ. എന്നെ പോകാനൊന്ന് അനുവദിച്ചാലും. എന്നെ പോകാനൊന്ന് അനുവദിച്ചാലും. ഇവിടെ ഒരു റിക്വസ്റ്റ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പൊ പോകുക എന്നുള്ള വെർബിന്റെ കൂടെയാണ് ഇവിടെ നമ്മൾ തോ ചേർക്കേണ്ടത്. എന്നെ എന്നുള്ളതിന് മുജെ. പോകാനൊന്ന് എന്ന് പറയുമ്പോൾ ജാനേത്തോ. അനുവദിച്ചാലും എന്ന് പറയുമ്പോൾ ദീജിയെ. ജാനേ ദീജിയെ, പോകാൻ അനുവദിക്കുക എന്നാണ് അർത്ഥം. അപ്പോ എന്നെ പോകാനൊന്ന് അനുവദിച്ചാലും എന്ന് പറയുമ്പോൾ മുജെ ജാനേ തോ ദീജിയെ. രോഹിത് ആകട്ടെ തീർച്ചയായും പോകും. രോഹിത് എന്തായാലും പോകും നമ്മൾ പറയാം അല്ലെ. അപ്പോ ഇവിടെ രോഹിത് എന്നുള്ള വാക്കിന്റെ ഒപ്പമാണ് തോ ചേർക്കേണ്ടത്. രോഹിത്തോ തീർച്ചയായും എന്നുള്ളതിന് ജരൂർ. പോകും. രോഹിത് എന്നുള്ളത് പുല്ലിംഗാണ്, ഏകവചനാണ്. അതുകൊണ്ട് എന്തെങ്കിൽ ജായേഗ, പോകും. രോഹിത്തോ ജരൂർ ജായേഗ. രോഹിത് ആകട്ടെ തീർച്ചയായും പോകും. അവനാകട്ടെ വളരെ നല്ല മനുഷ്യനാണ്. ഓക്കെ, അപ്പൊ എങ്ങനെ പറയും? അവൻ എന്ന വാക്കിന്റെ ഒപ്പമാണ് തോ ചേർക്കേണ്ടത്. ഇനി നല്ല മനുഷ്യനാണ്. മനുഷ്യൻ എന്നുള്ളതിന് ആത്മി, നല്ലത് എന്നുള്ളതിന് അച്ഛ. ആത്മി എന്ന വാക്ക് പുല്ലിംഗ് ആയതുകൊണ്ട്, ആത്മി എന്ന വാക്ക് പുല്ലിംഗ് ആയതുകൊണ്ട് അതിന് മുമ്പിൽ ചേർക്കുന്ന വിശേഷൻ അഡ്ജക്റ്റീവും എന്തായിരിക്കണം? പുല്ലിംഗ് ആയിരിക്കണം. അച്ഛ എന്ന് ചേർക്കുക. അച്ഛ ആത്മി, നല്ല മനുഷ്യൻ. വളരെ നല്ല മനുഷ്യൻ എന്ന് പറയുമ്പോൾ ബൗത്ത് അച്ഛ ആത്മി. അവനാകട്ടെ വളരെ നല്ല മനുഷ്യനാണ്. അപ്പൊ അവനാകട്ടെ വതോ ബൗത്ത് അച്ഛ ആത്മി ഹേ. നിങ്ങളാകട്ടെ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ്. നിങ്ങളാകട്ടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ന വാക്കിനൊപ്പം നമ്മൾ തോ ചേർക്കുന്നു. തും തോ.
എന്റെ, അല്ലെ? എന്റെ എന്ന് പറയുമ്പോൾ മേര, മേരെ, മേരി. അടുത്ത വാക്ക് നോക്കിയിട്ട് വേണം ഏത് ചേർക്കണമെന്ന് തീരുമാനിക്കാൻ. ഏറ്റവും നല്ല സുഹൃത്താണ്. സുഹൃത്ത് എന്നുള്ളതിന് ദോസ്ത് എന്ന് പറയുന്നു. ഓക്കെ. ഇനി നല്ല സുഹൃത്ത് എന്ന് പറയുമ്പോൾ അച്ഛേ ദോസ്ത്. ഓക്കെ. ഇനി ഏറ്റവും നല്ല സുഹൃത്ത് എന്ന് പറയുമ്പോൾ സബ്സെ അച്ഛേ ദോസ്ത്. നിങ്ങളാകട്ടെ എന്റെ ഏറ്റവും നല്ല സുഹൃത്താണ്. തും തോ മേരെ സബ്സെ അച്ഛേ ദോസ്ത് ഹോ. നിങ്ങളാകട്ടെ എന്റെ ഏറ്റവും നല്ല സുഹൃത്താണ്. തും തോ മേരെ സബ്സെ അച്ഛേ ദോസ്ത് ഹോ. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന വാക്കാണ് തക്. അവൻ വന്നു പോലുമില്ല എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്, അല്ലെ? അവൻ വന്നില്ല എന്ന് പറയുന്നതിന് പകരം അത് കുറച്ചുകൂടി ഊന്നൽ കൊടുത്തുകൊണ്ട് പറയാൻ വേണ്ടി അവൻ വന്നു പോലുമില്ല എന്റെ കല്യാണത്തിന് എന്നൊക്കെ നമ്മൾ പറയും, അല്ലെ? അപ്പോ അവൻ വന്നു പോലുമില്ല എന്ന് എങ്ങനെ ഹിന്ദി പറയാം? വരിക എന്നുള്ള വെർബിനൊപ്പം നമ്മൾ തക്ക് കൂടി ചേർക്കും, എന്നിട്ട് ഇല്ല, അല്ലെ? അപ്പൊ വന്നു, ആയ, നെയ്, ആയ നഹി, വന്നില്ല, ആയാ തക് നെയ്, വന്നു പോലുമില്ല. അവൻ വന്നു പോലുമില്ല, വ ആയാ തക് നെയ്. അടുത്തത് അവൻ കത്ത് പോലും അയച്ചില്ല. അവൻ കത്ത് പോലും അയച്ചില്ല. ഇവിടെ കത്ത് എന്നുള്ള വാക്കിനൊപ്പമാണ് നമ്മൾ തക്ക് ചേർക്കേണ്ടത്. കത്ത് എന്നുള്ള വാക്കിന് ഹിന്ദിയിൽ ചിട്ടി എന്ന് പറയുന്നു. അപ്പോ ഇനി അയച്ചില്ല എന്ന് പറയുമ്പോൾ അയക്കുക എന്നുള്ളതിന് ഭേജന എന്നാണ് പറയുന്നത്. അയക്കുക, ഭേജന. അയച്ചു, ഭേജ അല്ലെങ്കിൽ ഭേജി. ഇവിടെ കത്ത് അയച്ചു എന്നായതുകൊണ്ട് കത്താണ് ഇവിടെ കർമ്മം. അപ്പൊ കത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ക്രിയയുടെ ജെൻഡർ വരുന്നത്. അപ്പോ കത്ത് എന്നുള്ള സ്ത്രീലിംഗ ആയതുകൊണ്ട് ക്രിയയും ബേജി സ്ത്രീലിംഗിലാവുന്നു. ഇനി അയച്ചില്ല എന്ന് പറയണമെങ്കിൽ ചിട്ടി നെഹി ബേജി, കത്ത് അയച്ചില്ല. കത്ത് പോലും അയച്ചില്ല എന്ന് പറയുമ്പോൾ ചിട്ടി തക് നെഹി ബേജി. ഇനി അവൻ കത്ത് പോലും അയച്ചില്ല. ഇവിടെ അവൻ എന്നതിന് ഹിന്ദിയിൽ വഹ് എന്നാണ്. പക്ഷേ ഇത് കർമ്മമുള്ള സെന്റൻസ് ആയതുകൊണ്ട് നമ്മൾ വഹിന്റെ കൂടെ നേ ചേർക്കണം. വ പ്ലസ് നേ ചേരുമ്പോൾ ഉസ്നെ എന്നായി മാറുന്നു. ഉസ്നെ ചിട്ടി തക് നേ ബേജി, അവൻ കത്ത് പോലും അയച്ചില്ല. അടുത്തത് എനിക്ക് അവസരം പോലും ലഭിച്ചില്ല. എനിക്ക് അവസരം പോലും ലഭിച്ചില്ല. ഇവിടെ അവസരം എന്ന വാക്കിനൊപ്പമാണ് നമ്മൾ തക് എന്ന വാക്ക് ചേർക്കേണ്ടത്. അവസരം പോലും എന്നാകാൻ വേണ്ടി അവസരം എന്ന വാക്കിനൊപ്പം നമ്മൾ തക്ക് ചേർക്കുന്നു. അവസരം എന്നതിന് ഹിന്ദിയിൽ മൗക്ക എന്നാണ് പറയുന്നത്. മൗക്ക, അവസരം. ഇനി അവസരം പോലും എന്ന് പറയുമ്പോൾ മൗക്ക തക്. ഓക്കെ. ഇനി ലഭിച്ചില്ല, ലഭിക്കുക എന്നുള്ളതിന് ഹിന്ദിയിൽ മില്ല എന്ന് പറയുന്നു. ലഭിച്ചു എന്നതിന് മില അല്ലെങ്കിൽ മിലി. ഇവിടെ മൗക്ക എന്നുള്ളത് പുല്ലിംഗ് ആയതുകൊണ്ട് എൻഡിങ്ങിൽ മില എന്നാണ് പറയേണ്ടത്. അതും പുല്ലിംഗാവും. അപ്പോ മൗക്ക തക് നെയ്യുമില, അവസരം പോലും നെയ്യുമില, ലഭിച്ചില്ല. എനിക്ക് എന്നുള്ളതിന് ഹിന്ദി വേർഡ് മുജെ. മുജെ മൗക്ക തക് നെയ്യുമില, എനിക്ക് അവസരം പോലും ലഭിച്ചില്ല. അവൻ മറുപടി പോലും തന്നില്ല. അവൻ മറുപടി പോലും തന്നില്ല. ഇവിടെ മറുപടി എന്ന വാക്കിനൊപ്പമാണ് തക്ക് ചേർക്കേണ്ടത്. മറുപടിക്ക് ഹിന്ദിയിൽ ജവാബ് എന്ന് പറയാം. മറുപടി പോലും, ജവാബ് തക്. തന്നില്ല, തരിക എന്നുള്ളതിന് ദേന. തന്നില്ല എന്ന് പറയുമ്പോൾ നെഹി ദിയ അല്ലെങ്കിൽ നെഹി ദി. ഇവിടെ ജവാബ് എന്നുള്ള വാക്ക് പുല്ലിംഗ ആയതുകൊണ്ട് എന്നെങ്കിൽ ദിയ. ജവാബ് തക് നെയ് ദിയ, മറുപടി പോലും തന്നില്ല. ഇനി അവൻ മറുപടി പോലും തന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അവൻ എന്നുള്ളതിന് വഹാണ്. ഈ സെന്റൻസ് പാസ്റ്റ് ടെൻസിലായതുകൊണ്ടും ഈ സെന്റൻസിൽ കർമ്മമുള്ളത് കൊണ്ടും നമ്മൾ വഹിന്റെ കൂടെ നേ ചേർക്കണം. അപ്പോൾ അവൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഉസ്നെ എന്നായി മാറുന്നു. അവൻ മറുപടി പോലും തന്നില്ല. ഉസ്നെ ജവാബ് തക് നീ ദിയ. അടുത്തത് അമ്മയെ വിളിച്ചു പോലുമില്ല. ഇവിടെ വെർബ് വിളിക്കുക എന്നുള്ളതാണ്. അതിന് ഹിന്ദിയിൽ ബുലാന എന്ന് പറയുന്നു. ഇനി വിളിച്ചു എന്നുള്ളതിന് ബുലായ അല്ലെങ്കിൽ ബുലായി. ഇനി ഇവിടെ അമ്മയെ വിളിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അമ്മ എന്നുള്ള വാക്കിനൊപ്പം കോ എന്നുള്ള കാരച്ചിഹ്നം ചേരുന്നത് കൊണ്ട്, കർമ്മിനൊപ്പം കോ വരുന്നത് കൊണ്ട് വെർബ് എപ്പോഴും പുല്ലിംഗ ഏകവചനത്തിലായിരിക്കും. അതുകൊണ്ട് ഇവിടെ ബുലായ എന്നാണ് ചേർക്കേണ്ടത്. വിളിച്ചില്ല എന്ന് പറയാൻ ബുലായ നെഹി. വിളിച്ചു പോലുമില്ല, ബുലായ തക് നെഹി. അമ്മയെ, മാക്കോ, അമ്മയെ വിളിച്ചു പോലുമില്ല. മാജിക്കോ ബുലായ തക് നെഹി, അമ്മയെ വിളിച്ചു പോലുമില്ല. അടുത്തത് നിപ്പാത്തിലെ അവസാനത്തെ വാക്ക് നമുക്ക് നോക്കാം. മാത്ര അഥവാ കേവൽ. മലയാളത്തിൽ നമ്മൾ മാത്രം, കേവലം എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇതിന് പകരമാണ് ഹിന്ദിയിൽ മാത്ര, കേവൽ എന്നീ രണ്ട് വാക്കുകൾ ഉപയോഗിക്കുന്നത്. 100 രൂപ മാത്രം കിട്ടും. 100 രൂപ മാത്രം കിട്ടും. അപ്പൊ ഇവിടെ 100 രൂപ എന്ന വാക്കിനൊപ്പം നമ്മൾ മാത്രം എന്ന് ചേർത്ത് കൊടുക്കാം. 100 രൂപയ്ക്ക് ഹിന്ദിയിൽ 100 രൂപയെ.
ഇനി മാത്രം എന്ന് പറയുമ്പോൾ മാത്ര. 100 രൂപ മാത്രം, 100 रुपये മാത്ര. 100 രൂപ എന്ന വാക്ക് ഇവിടെ പുല്ലിംഗ ബഹുവചനത്തിലാണ്. ഒന്നിലധികമാണ്. നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അത് പ്ലൂറൽ ആണ്. അപ്പോ കിട്ടുക എന്നുള്ളതിന് മില്ല എന്നാണ് ഹിന്ദി പറയുന്നത്. അതിന്റെ ഫ്യൂച്ചർ ടെൻസ് പുല്ലിംഗ പ്ലൂറൽ ആവുമ്പോൾ മിലേങ്കെ, 100 രൂപ മാത്രം കിട്ടും. 100 रुपये മാത്രം മിലേങ്കെ. ഇനി കേവൽ എന്ന വാക്കാണ് ചേർക്കുന്നെങ്കിൽ അത് ഫ്രണ്ടിൽ ചേർക്കുക. കേവൽ 100 रुपये മിലേങ്കെ, കേവലം 100 രൂപ കിട്ടും. അവൻ അവനെക്കുറിച്ച് മാത്രമാണ് ആലോചിക്കുന്നത്. അവൻ അവനെക്കുറിച്ച് മാത്രമാണ് ആലോചിക്കുന്നത്. അപ്പൊ ഇവിടെ അവനെക്കുറിച്ച് മാത്രം എന്ന് പറയുമ്പോൾ അവനെക്കുറിച്ച് എന്നുള്ളതിന് അപ്നെ ബാരേമേം, അതായത് സ്വയം, നമ്മളെക്കുറിച്ച് തന്നെ എന്നുള്ള അർത്ഥത്തിൽ വരുമ്പോൾ അപ്നെ ബാരേമേം. ആലോചിക്കുക എന്നുള്ളതിന് സോച്ചന. അപ്പൊ എങ്ങനെ ഹിന്ദി വരും? കേവൽ അപ്നെ ബാരേമേ സോച്ചതാ ഹെ. എന്നുള്ളത് പുല്ലിംഗ ഏകവചനത്തിലായതുകൊണ്ട് ക്രിയ പുല്ലിംഗ ഏകവചനത്തിലാവുന്നു. സോച്ചതാ ഹെ. കേവൽ അപ്നെ ബാരേമേ സോച്ചതാ ഹെ. അവൻ അവനെ കുറിച്ച് മാത്രമാണ് ആലോചിക്കുന്നത്. അടുത്തത്, ഞാൻ എന്റെ സുഹൃത്തുക്കൾക്കൊപ്പം മാത്രമാണ് കറങ്ങാൻ പോകുന്നത്. ഞാൻ എന്റെ സുഹൃത്തുക്കൾക്കൊപ്പം മാത്രമാണ് കറങ്ങാൻ പോകുന്നത്. അപ്പൊ ഇവിടെ സുഹൃത്തുക്കൾക്കൊപ്പം മാത്രമാണ് എന്ന് പറയുമ്പോൾ സുഹൃത്തുക്കൾക്കൊപ്പം എന്ന വാക്കിന് മുൻപില് കേവൽ എന്നുള്ള വാക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോ ഞാൻ മേ എന്റെ സുഹൃത്തുക്കൾക്കൊപ്പം എന്ന് പറയുമ്പോൾ അപ്നെ ദോസ്തോ കെ സാത്ത്. അപ്പോ അതിന് മുന്നേ നമ്മൾ എന്ത് ചേർക്കുക? മാത്രമാണ് എന്നർത്ഥം കിട്ടാൻ കേവൽ ചേർത്ത് കൊടുക്കുക. മേ കേവൽ അപ്നെ ദോസ്തോ കെ സാത്ത് കറങ്ങാൻ പോകുന്നത്. കറങ്ങാൻ എന്നുള്ളതിന് ഗൂമന, പോകുന്നത്, ജാന, ഗൂമനെ ജാത്താ ഹൂ. മേ കേവൽ അപ്നെ ദോസ്തോ കെ സാത്ത് ഗൂമനെ ജാത്താ ഹൂ. ഞാൻ എന്റെ സുഹൃത്തുക്കൾക്കൊപ്പം മാത്രമാണ് കറങ്ങാൻ പോകുന്നത്. അടുത്ത നോക്കാം. ഒരു വാക്ക് മാത്രം പറഞ്ഞിട്ടവൻ പോയി. ഒരു വാക്ക് മാത്രം പറഞ്ഞിട്ടവൻ പോയി. അപ്പൊ ഒരു വാക്ക് എന്നുള്ളതിന് ഏക് ശബ്ദം, പറഞ്ഞിട്ട് എന്നുള്ളതിന് ബോൽക്കർ, അവൻ പോയി ചലാകയ. അപ്പൊ ഇനി ഈസി അല്ലേ? ഒരു വാക്ക് മാത്രം പറഞ്ഞവൻ പോയി. മാത്ര ഏക് ശബ്ദ ബോൽക്കർ ചലാകയ. പണം സമ്പാദിക്കുന്നതുകൊണ്ട് മാത്രം ജീവിതം വിജയകരമാകില്ല. പണം സമ്പാദിക്കുന്നതുകൊണ്ട് മാത്രം ജീവിതം വിജയകരമാവില്ല. അപ്പോ വിജയകരമാവുക എന്നുള്ളതിന് സഫൽ ഹോന എന്നാണ് അർത്ഥം. വിജയകരമാകില്ല, സഫൽ നെഹി ഹോ ജാത. ഓക്കെ, ഇനി ജീവിതം എന്നുള്ളതിന് ഹിന്ദിയിൽ ജീവൻ. ജീവിതം വിജയകരമാവില്ല, ജീവൻ സഫൽ നെഹി ഹോ ജാത. ഇനി പണം സമ്പാദിക്കുക, പണം എന്നുള്ളതിന് ധൻ, സമ്പാദിക്കുക എന്നുള്ളതിന് കമാന അല്ലെങ്കിൽ കമാലേന എന്ന് പറയാം. പണം സമ്പാദിക്കുന്നതുകൊണ്ട് മാത്രം എന്നെങ്ങനെ പറയാം? ധൻ കമാലേനെ മാത്രസേ ജീവിതം വിജയകരമാവില്ല, ജീവൻ സഫൽ നെഹി ഹോ ജാത. ഒന്നുകൂടി നോക്കാം. പണം സമ്പാദിക്കുന്നതുകൊണ്ട് മാത്രം ജീവിതം വിജയകരമാവില്ല, ധൻ കമാലേനെ മാത്രസേ ജീവൻ സഫൽ നെഹി ഹോ ജാത. അപ്പൊ ഇന്ന് ഗ്രാമറിന്റെ ക്ലാസ്സിലൂടെ പറഞ്ഞ കാര്യങ്ങള് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതുപോലുള്ള യൂസ്ഫുൾ കണ്ടന്റുമായിട്ട് നമുക്ക് ഇനിയും കാണാം.